ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഈ മൗലവി എത്ര മലക്കാൻ പറഞ്ഞത്, എത്ര മലക്കം പറഞ്ഞു. ആദ്യം 2023 മാർച്ച് 22 അന്നെന്താ പറഞ്ഞത്? 2023 അഥവാ കഴിഞ്ഞ വർഷം, ഞാൻ പറഞ്ഞില്ലേ 2020 ശേഷമുള്ളതാണ് ഇനി തള്ളാൻ പോകുന്നത് പറഞ്ഞില്ലേ, അന്നെന്തായിരുന്നു ഇയാളുടെ വാദം? പറയട്ടെ. അവിടെ അതിന്റെ പോയിന്റ്, ഉറക്കത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് കള്ളത്തരം പറയാൻ പിശാചിന് കഴിയില്ല. കണ്ടില്ലേ? അപ്പൊ പിശാചിന് കളവ് പോലും പറയാൻ കഴിയില്ല. പിശാചിനെ വിളിപ്പിക്കഴിഞ്ഞിട്ട് എന്താ മൗലവിന്റെ ഒരു വിഷമം അറിയും. എന്നാൽ ഇമാമുകൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. ശൈത്വാൻ വന്നിട്ട് അന റസൂലുള്ളാഹി എന്ന് കളവ് പറയും. ബഹുമാനപ്പെട്ട ഇമാം സുഹൂദി റളിയല്ലാഹു അൻഹു തന്റെ നസീഹത്തുൽ ലബീബ് ഫീ മറാഇൽ ഹബീബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വലാ ഇബ്റത ബിഖൗലിൽ മർഇ അനൻ നബിയ്യു. സ്വപ്നത്തിൽ വന്നിട്ട് ഒരാൾ അനൻ നബിയ്യു, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അതിന് ഒരു പരിഗണനയും കൊടുക്കാൻ പറ്റില്ല എന്ന് ഇമാമുകൾ പഠിപ്പിച്ചു. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മൗലവി പറയുന്നത്. അത് 2023 ജനുവരിയിൽ പറഞ്ഞതാണ്. ആ പ്രസംഗത്തിൽ തന്നെ ഒന്നുകൂടി പറയട്ടെ. റസൂലാണെന്ന് വന്നെന്ന് പറഞ്ഞാൽ അത് ഏത് കോലത്തിൽ കണ്ടാലും അത് റസൂൽ തന്നെയാണ്. അങ്ങനെ അപ്പോ റസൂലാണ് എന്ന് പറഞ്ഞാൽ മതി, അത് റസൂൽ തന്നെയാണ്. അപ്പൊ സ്വപ്നത്തിൽ വന്നിട്ട് ഒരാൾ വന്നു പറഞ്ഞു അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, അത് തന്നെയാണ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇതെന്നാ പറഞ്ഞത് 2023 ജനുവരിയിൽ. എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞു. 2024 മാർച്ചിൽ, 2023 മാർച്ചിലാണ് നേരത്തെ പറഞ്ഞ വാദമുള്ളത്. റസൂലാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മാർച്ചിലാണ് പറഞ്ഞത് 2023. എന്നാൽ 2024 ജനുവരി ആയപ്പോ നോക്കൂ നിങ്ങൾ, പറഞ്ഞാൽ മാത്രം പോരാ, ബോധ്യപ്പെടലും കൂടി വേണം. നോക്കൂ നിങ്ങൾ, പറയട്ടെ. രൂപത്തിൽ വന്നിട്ട് പറയുന്നു ഞാൻ മുത്ത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നി, ആ മുത്ത് റസൂലാന്ന് പറയുന്നത് ആ റസൂൽ തന്നെയാണ് എന്നൊരു വിശ്വാസം തോന്നലും വന്നു. കഴിഞ്ഞ് അതാര് തന്നെയാണ്? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ആദ്യം 2023 എന്ത് മതിയായിരുന്നു? അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. 2024 ജനുവരി ആയപ്പോ എന്ത് വേണം? കണ്ടാൽ മാത്രം പോരാ, അത് റസൂലാണെന്ന് ബോധ്യപ്പെടണം. ഇത് 2024 ജനുവരിയിൽ പറഞ്ഞത്. നല്ല ശ്രദ്ധിക്കണേ. ഇനി ഒരു മാസം കഴിഞ്ഞു, 2024 ഫെബ്രുവരി ആയപ്പോ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് മൗലവിന്റെ നിലപാട് വീണ്ടും മാറുന്നു. അന്നെന്ത് വേണ്ട? തോന്നലും വേണ്ട, ബോധ്യപ്പെടലൊന്നും വേണ്ട. ഒരു മുതാലിമി വന്ന് ചോദിക്കാം, കേൾക്കി. പറയണേ, സ്വപ്നത്തിൽ ഒരാളിങ്ങനെ വന്നു. അപ്പൊ നൗഷാദിനെക്കോട്ടെ, നൗഷാദ് ഇങ്ങനെ വന്നു പറഞ്ഞു അന റസൂലുള്ളാഹ്. കണ്ടപ്പോ തന്നെ നമുക്ക് റസൂലാണോ, അന റസൂലുള്ളാഹ് പറഞ്ഞു. അങ്ങനെ റസൂലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുവട്ടൂർ ശേഖരൻ ഹക്കാണ് കേട്ടോ ഒന്നും കൂടി പറഞ്ഞു. എന്നാ അംഗീകരിക്കണം പറഞ്ഞത്. ഒരാൾ വന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനെ എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമെന്നില്ല. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താ കാരണം? അപ്പൊ നോക്ക് നിങ്ങൾ, ഇത് ഫെബ്രുവരിയിൽ പറഞ്ഞതാണ്. മാർച്ചിൽ എന്തായിരുന്നു പറഞ്ഞത്? റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ബോധ്യപ്പെടലും കൂടി വേണമെന്ന്. അപ്പൊ തൊട്ടടുത്ത മാസം ഫെബ്രുവരിയിൽ ഈ മുത്താലിമി ചോദിക്കുകയാണ്, നൗഷാദിനെയാണ് കാണുന്നത്, ശൈത്വാൻ നൗഷാദിന്റെ കോലത്തിലാണ് വന്നത്, അന റസൂലുള്ളാഹി എന്ന് നൗഷാദ് പറയുന്നുണ്ട്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ബോധ്യമില്ല, ഇത് നൗഷാദാണല്ലോ, ഇത് റസൂലുള്ളാഹി എന്ന് ഉറപ്പാണ്. പക്ഷേ ഞാൻ റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് റസൂലുള്ളാഹി അംഗീകരിക്കണോന്ന്. അതേ, അംഗീകരിക്കാൻ നിർബന്ധമാണെന്ന് ആ മൗലവി പറഞ്ഞു. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് രണ്ടും കയ്യിൽ പിടിച്ചു. ഈ വൈരുദ്ധ്യം എടുത്ത് കാണിക്കാൻ തുടങ്ങിയപ്പോ 2 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ആ നിലപാട് മാറുന്നു, വീണ്ടും മാറി. നമ്മളെ മഹതായിട്ട് അയാൾ പുതിയതും ഉണ്ടാക്കി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫുൾ വിശേഷങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അല്ലാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാൽ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞു? അതാ. അപ്പൊ അതും തള്ളി. അപ്പൊ റസൂലാണ് എന്ന് ബോധ്യമില്ലെങ്കിൽ പോലും ഉറപ്പിക്കണം എന്നാണ് പെരിന്തൽമണ്ണയിൽ പറഞ്ഞത്. അത് നമ്മൾ പിടിച്ചപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ചോദിക്കണം അതാരാ പറഞ്ഞത്. അപ്പൊ നോക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് എത്ര വൈരുദ്ധ്യങ്ങളാ മൗലവി പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ നിലപാട് എന്താ? നിലപാട്? റസൂലുള്ളാഹി തങ്ങൾ ആണെന്ന് ഉറപ്പിക്കാൻ എന്താ വേണ്ടത്? ബോധ്യപ്പെടണോ വേണ്ടേ? അങ്ങനെ റസൂലുള്ളാഹി എന്ന് പറയണോ വേണ്ടേ? എന്താ നിങ്ങളുടെ നിലപാട്? എന്താണ് മൗലവി നിലപാട്? ഇങ്ങനെ എത്ര അബദ്ധങ്ങളാ താങ്കൾ പറഞ്ഞിട്ടുള്ളത്? ഇനി പറയട്ടെ. എന്നിട്ട് പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ പിശാചിന് വരാൻ കഴിയും. ഇത് സമർത്ഥിക്കാനാണോ സുന്നി വോയിസിന്റെ പേരുകൾ? എവിടെയാ മൗലവി സുന്നി വോയിസിൽ അത് പറഞ്ഞത്? ആ വാചകം എവിടെയാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ ശൈത്വാൻ വരും എന്ന് സുന്നി വോയിസിൽ പറഞ്ഞു എന്ന ഭീകരൻ നുണയല്ലേ പറഞ്ഞത്? അത് എവിടെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? പച്ചക്കളവ് പറയാം. സുന്നി വോയിസിൽ എഴുതിയത് വളരെ കൃത്യമായിട്ട് എഴുതിയത് ഞാനാണ്. എഴുതിയ സുന്നി വോയിസാണ് ഇതിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ പിശാച് വരുമെന്ന് ഇതിൽ എവിടെയാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. പച്ചക്കളവ് പറയാം. എന്നിട്ട് അയാൾ പറഞ്ഞ കളവുകളൊക്കെ നിഷേധിക്കും ചെയ്യാം. ഞാൻ വെല്ലുവിളിക്കാണ്, ഈ സുന്നി വോയിസിൽ എവിടെയാണ് മൗലവി അങ്ങനെ എഴുതിയിട്ടുള്ളത്? എന്തിനാ ഈ കളവ് പറയുന്നത്? കളവ് മാത്രം പറയണമെന്ന് വാശി പിടിക്കണം മൗലവി?
അപ്പൊ നമ്മൾ ഇല്ലാത്തത് ഇത് തന്നെയാണ് നമ്മുടെ ആലിമീങ്ങളെ സംബന്ധിച്ചും പറയുന്നത്. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിൽ ശൈത്താൻ വരുന്ന നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു എന്നാണ് ഓമാട്ട് ജാലിൽ അബ്ദുള്ള അടക്കം പറഞ്ഞത്. അവിടെ നമ്മൾ അബ്ദുല്ലാനെ വെല്ലുവിളിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരു വാചകം ഉണ്ട് എന്ന് തെളിയിക്കാൻ അബ്ദുല്ലാനെ വെല്ലുവിളിച്ചിരുന്നു. അബ്ദുല്ലാനെ പൊടി പോലും കണ്ടിട്ടില്ല. ഇപ്പൊ സുന്നി വയസ്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ പേരിൽ കളവ് പറയാണ്. സുന്നി വയസ്സിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ എഴുതിയിട്ടില്ല. ഒരു വാചകം അതിലില്ല. എന്നിട്ട് ഇല്ലാത്തത് കളവ് പറയും. ഇനി പറയട്ടെ,